ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സുഖദുഃഖങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിലില്ല. സുഖം നിലനിൽക്കുകയില്ല. സുഖം നിലനിൽക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ വന്നതുപോലെ അത് പോയി. സുഖം വരും പോകും, ദുഃഖം വരും പോകും. ദുഃഖവും സ്ഥായിയായി നിൽക്കുന്നവയല്ല. അതുപോലെ പലതരത്തിലുള്ള അപ്രതീക്ഷിതമായ ആപത്തുകൾ നമുക്ക് വന്നു ചേരും. അത് നമുക്ക് മാത്രമല്ല, ആർക്ക് എപ്പോഴാണ് വരുന്നത് എന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കുകയില്ല. പെട്ടെന്നാണ് അറ്റാക്കായിട്ടോ അപകടത്തിലോ പലതരത്തിലും ഇഷ്ടജനങ്ങളുടെ വിരഹം താങ്ങാനാവാത്തതാണ്. അതൊക്കെ വരുമ്പോൾ നമ്മൾ തളരാതിരിക്കണമെങ്കിൽ നമുക്ക് ആത്മവിദ്യ അല്പമെങ്കിലും സ്വായത്തമായിരിക്കണം. തരതി ശോകം ആത്മവിദ്. ആത്മാവിനെ സംബന്ധിച്ച അറിവ് കൊണ്ട് മാത്രമേ ദുഃഖത്തെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ മല പോൽ കുലുങ്ങാതിരിക്കൂ നിത്യം, മല പോലെ ആപത്തു വന്നാലും കൂടി കലങ്ങാതെ മരണമടുത്താൽ കൂടി തെളിഞ്ഞു വസിക്ക നീ ചന്ദ്രനെ പോലെ. ഈ ലോകത്തിൽ എന്താണ് എപ്പോഴാണ് വരിക എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല. അതാണ് മല പോൽ കുലുങ്ങാതിരിക്കൂ. മലയ്ക്ക് എന്ത് തന്നെ വന്നാലും ഒരു ചാഞ്ചല്യവുമില്ല. ഏത് കൊടുങ്കാറ്റടിച്ചാലും മല അതുപോലെ നിശ്ചലമായി നിൽക്കും. മല പോൽ കുലുങ്ങാതിരിക്കൂ. മല പോലെ എന്ത് വിപത്ത് വന്നാലും ചലിക്കാതിരിക്കൂ. മല പോലെ ആപത്തു വന്നാലും കൂടി. മല പോലെ എന്ന് പറഞ്ഞാൽ മലേൻ്റെ മാതിരി വലിയ ആപത്ത് വന്നാൽ പോലും മല പോലെ കുലുങ്ങാതിരിക്കൂ. കലങ്ങാതെ മരണമടുത്താൽ കൂടി. മരണം പോലും നമുക്ക് അടുത്ത് വരികയാണെങ്കിൽ തെളിഞ്ഞു വസിക്ക നീ ചന്ദ്രനെ പോലെ. നമുക്കെന്നല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും മരണത്തിന് വിധേയരാണ്. മരിക്കാത്തവരായി ലോകത്തിൽ ആരും തന്നെയില്ല. എല്ലാവരും ഈ ലോകത്തോട് യാത്ര പറയേണ്ടവരാണ്. ജീവിതത്തോടൊപ്പം മൃത്യുവുമുണ്ടെന്ന തത്വം അറിഞ്ഞവർ കത്തലില്ല. ജനിച്ചോ ഉറപ്പായിട്ടുള്ളതാണ് മരണം. അതാരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പരമസത്യമാണ്. ഈ ശരീരമാണ് മരിക്കുന്നതെന്നും ഞാൻ മരിക്കുന്നില്ല എന്നും നാം അറിയണം. അതാണ് ആത്മവിദ്യ. ആത്മാവിന് നാശമില്ല. ആത്മാവാണ് നാം ഓരോരുത്തരും. പക്ഷെ നാം തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ഞാൻ ഈ ദേഹമാണ് ഞാനെന്ന് ധരിക്കുമ്പോഴാണ് നമുക്ക് ഭയം നമ്മെ അലട്ടുന്നത്. അതിനാൽ ഈ സത്യം നമ്മൾ ബോധിക്കണം. ജീവിതത്തോടൊപ്പം മൃത്യുവുമുണ്ടെന്ന ഏതൊരാളെ കാണുമ്പോഴും തന്നെയും ഈ ലോകത്തിൽ നിന്നും നമ്മൾ യാത്ര പറയേണ്ടവരാണെന്ന സത്യം ബോധിക്കണം. ജീവിതത്തോടൊപ്പം മൃത്യുവുമുണ്ടെന്ന തത്വം അറിഞ്ഞവർ കത്തലില്ല. മൃത്യു എന്നാൽ ജീവിത അന്ത്യമല്ലോർക്കുകിൽ ജീവിതത്തിൻ്റെ തുടക്കമത്രേ. മരണം എന്ന് പറഞ്ഞാൽ ജീവിതം അവസാനിക്കുകയല്ല. മൃത്യുവെന്നാൽ ജീവിത അന്ത്യമല്ലോർക്കുകിൽ, ജീവിതത്തിൻ്റെ അവസാനമല്ല മരണം എന്ന് പറയുന്നത്. ഇത് മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മല പോൽ കുലുങ്ങാതിരിക്കൂ നിത്യം, മല പോലെ ആപത്തു വന്നാലും കൂടി കലങ്ങാതെ മരണമടുത്താൽ കൂടി തെളിഞ്ഞു വസിക്ക നീ ചന്ദ്രനെ പോലെ.